കളിമൺ ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 30 കലാകാരന്മാർ പങ്കെടുത്തു. കൃഷ്ണപുരം സാഗ ആർട്സ് ഗ്രൂപ്പും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനയും സംയുക്തമായാണ് കളിമൺ ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖാമുഖം നോക്കി അന്യോന്യം മുഖരൂപം മെനയുന്ന കൗതുകകരമായ ശില്പനിർമ്മാണം ഗവൺമെന്റ് ബോയ്സ് UPSലാണ് സംഘടിപ്പിച്ചത്. 2016 ആരംഭിച്ച കൃഷ്ണപുരം സാഗ ഇതിനോടകം 20-ലധികം ചിത്ര പ്രദർശനങ്ങളും ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു ശില്പ നിർമ്മാണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ശ്യാംലാൽ കൊല്ലം ആണ്. അദ്ദേഹം പ്രമുഖ ശില്പ നിർമ്മാണ കലാകാരൻ കൂടിയാണ്, ഒപ്പം ചിത്രകാരനും കൂടിയാണ്. കൃഷ്ണപുരം സാഗ ആരംഭിച്ചതിന് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതാണെങ്കിലും പല സ്ഥലത്തു നിന്ന്, അതായത് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള 30-ലധികം കലാകാരന്മാരാണ് ഇന്ന് ഈ ശില്പ നിർമ്മാണ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ചിത്രശില്പകാരൻ ശ്യാംലാൽ കൊല്ലം ക്യാമ്പിന് നേതൃത്വം നൽകി. ചിത്രകലാ ക്യാമ്പുകളും ഇങ്ങനെയൊക്കെയുള്ള ക്യാമ്പുകളാണ് സാധാരണ നടക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പ്, അത് ഒരു പുതുമയുള്ള ക്യാമ്പാണ്. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അവരുടെ രൂപങ്ങൾ, സ്വന്തം സുഹൃത്തിന്റെ രൂപം മെനയുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ചിലരൊക്കെ അവരവരുടെ രൂപം തന്നെ മെനയുന്നുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം ഈ കളിമണ്ണ് ശില്പ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് വളരെയധികം നമുക്ക് എന്താ പറയുക, മാനസിക ഉല്ലാസം നൽകുന്ന ഒരു കലാരൂപമാണ്. ഇതിന്റെ വളരെ പരിചയസമ്പന്നരായ അധ്യാപകരും ഈ രംഗത്ത് പ്രാവീണ്യം സൃഷ്ടിച്ചവരും ഉള്ള ഒരുപാട് അധ്യാപകർ ഈ കൂട്ടത്തിലുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 30 കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കേരളത്തിലെ പ്രമുഖ കൂട്ടായ്മയായ ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മയായ സാഗയാണ് മുഖാമുഖം എന്ന് പറയുന്ന ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കളിമൺ ശില്പത്തിൽ പോർട്രേറ്റ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് വേറിട്ട ഒരു ക്യാമ്പാണ്. സാധാരണഗതിയിൽ ഒരാളെ മോഡൽ നിർത്തി മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കുന്ന 35 ആർട്ടിസ്റ്റുകളുടെയും തമ്മിൽ അവർ നോക്കി മുഖാമുഖം നിന്നുകൊണ്ട് അവരുടെ വർക്കുകൾ പൂർത്തീകരിക്കുകയും ക്യാമ്പ് തീരുമ്പോൾ എല്ലാ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു പോർട്രേറ്റ് കളിമണ്ണിൽ രൂപപ്പെടുന്നു. കൗൺസിലർ പ്രമീള ബാബുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും സാഗയും ചേർന്ന് ഇന്ന് ഇങ്ങനെ ഇത്രയും വലിയൊരു സംരംഭം, കാരണം സംരംഭം എന്നല്ല, ഒരു വലിയൊരു ശില്പശാല എന്ന് പറയാം അല്ലേ. അപ്പം കളിമണ്ണിൽ തീർത്ത പല വിധമായ രൂപങ്ങളും, സാർ പറഞ്ഞ പോലെ മനുഷ്യർ ഓരോരുത്തരെ മുഖാമുഖം എന്ന പരിപാടിയാണിത്. അപ്പോൾ ഓരോരുത്തരുടെയും മുഖാമുഖം എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റൊരാളിനെ നോക്കി ആ വ്യക്തിയുടെ രൂപം കളിമണ്ണിൽ നിർമ്മിക്കുന്നതായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇന്നിപ്പം അതിലും വ്യത്യസ്തമായിട്ട് അവരവരുടെയും നിർമ്മിക്കുന്നു, അതുപോലെ നോക്കി മറ്റുള്ളവരുടെയും നിർമ്മിക്കുന്നു. അങ്ങനെ വിവിധ കലാപരമായ രൂപങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എൻ സുകുമാരപിള്ള, സെക്രട്ടറി കുമ്പളത്ത് മധുകുമാർ, ഹരികുമാർ കൊട്ടാരം, സുദർശനൻ ആലുംമൂട്ടിൽ, പ്രേംജിത്ത് കായംകുളം, ഭദ്രൻ കാർത്തിക, പ്രണവം ശ്രീകുമാർ, ഷമീർ ഹരിപ്പാട്, ശ്രീകുമാർ വെൺപാലക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.